ഇഷ്ടം മാത്രം എന്ന സീരിയലിലെ സുചിത്ര എന്ന ക്യാരക്ടർ ചെയ്യുന്ന നന്ദനാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. അപ്പൊ നമുക്ക് വെൽക്കം ചെയ്യാം നന്ദന. നമസ്കാരം. പിന്നെ നല്ലൊരു ക്യാരക്ടർ റോള് ചെയ്യുന്നത് ഏഷ്യാനിലെ തൂവൽ സ്പർശം. 23 22 ഒന്നുകൂടി. അയ്യോ പോസ്റ്റാണോ പറഞ്ഞിട്ടാണോ? 21. എന്തിനാ ആക്ച്വലി വഴക്ക് കിട്ടുന്നേ? ഇപ്പൊ പറഞ്ഞു സിംഗിൾ ആണ്, സിംഗിൾ ആവാൻ താല്പര്യമുണ്ട്. അല്ലെങ്കിൽ രാവിലെ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ എന്നെ കണ്ട മനസ്സിലാവില്ല. അത് ഇതിന്റെ ഇടയിൽ സാർ എന്നെ ചോദിച്ചു, ഇത് നന്ദനല്ലേ, ഇതാണല്ലോ ഒറിജിനല്. ഞാനങ്ങ് ഇല്ലാണ്ടായി പോയി. പിന്നെ ഞാനിപ്പോ ഇല്ലേ ഇഷ്ടം മാത്രം സീരിയൽ ഏഷ്യാനിലാണ് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാരും കാണണം കേട്ടാ, സപ്പോർട്ടും ആക്കണേ. താങ്ക് യു, ബൈ ബൈ. ഹായ്, ഞാൻ അശ്വതി. സീരിയൽ ടുഡേയിലെ പുതിയ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഇഷ്ടം മാത്രം എന്ന സീരിയലിലെ സുചിത്ര എന്ന ക്യാരക്ടർ ചെയ്യുന്ന നന്ദനാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. അപ്പൊ നമുക്ക് വെൽക്കം ചെയ്യാം നന്ദന. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. സീരിയൽ ലൊക്കേഷനിലാണ് നമ്മളിപ്പം. അതെ അതെ, ഇഷ്ടം മാത്രം. ഷൂട്ടിംഗ് ഒക്കെ ഇപ്പം എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നു. ഓക്കെ, ഇന്ന് ഷെഡ്യൂൾ പാക്ക് ആവും. ഇന്ന് തന്നെ നാട്ടിലേക്ക് തിരിക്കും. ഓക്കെ, ഷൂട്ടൊക്കെ അടിപൊളിയാ. നാടൊക്കെ ഇപ്പൊ എവിടെയാ? കാസർഗോഡ് കാഞ്ഞങ്ങാട്. പക്ഷെ കാസർഗോഡ് സ്ലാങ് വരുന്നില്ലല്ലോ സംസാരിക്കുമ്പോ. അത് ഒട്ടുമിക്ക ആൾക്കാർ ഇങ്ങനെ പറയും, ആ സ്ലാങ് വരുന്നില്ലല്ലോ. ഞാൻ ഇവിടെ ഈ സീരിയലിൽ ഇതായിട്ട് വന്നപ്പോ തൊട്ട് ഇവിടെ തന്നെ ആയാലും, പിന്നെ എനിക്ക് ഫ്രണ്ട്സ് ഒക്കെ കൂടുതൽ ഇവിടെ തന്നെയാണ്. അവിടെ ഉണ്ടാവല് കുറവാ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ അവിടെ പോയി കഴിഞ്ഞാൽ വരും ആ സ്ലാങ്, അവിടെയുള്ള ആൾക്കാരോട് സംസാരിക്കാൻ വരും. അല്ലാണ്ട് ഇവിടെ എത്തിയിട്ട് ഇവരായിട്ട് മിങ്കിളാകുമ്പോ അതങ്ങ് മറക്കും. ഇവിടുന്ന് മിങ്കിളായിട്ട് കാസർഗോഡ് പോയിട്ട് എന്തിനെന്നൊക്കെ സംസാരിക്കോ? അല്ല, ആ സ്ലാങ് ഞാൻ സംസാരിക്കില്ല. ഇപ്പൊ പറഞ്ഞ സാധനമില്ല, അതറിയില്ല. നല്ല ട്രിവാൻഡ്രത്താണല്ലോ എന്തിന്. അതല്ല, ഈ കൊച്ചി, ട്രിവാൻഡ്രം, കാഞ്ഞങ്ങാട് ഇതൊക്കെ മിക്സ് ആയ ഒരു സ്ലാങ് ഞാൻ പറയും. ഇപ്പൊ സംസാരിക്കുന്ന ഒരു സാധനം. അപ്പോ എപ്പോൾ തൊട്ടാ ഈ സീരിയലിലൊക്കെ തുടങ്ങിയത്? സീരിയൽ ആക്ച്വലി ഞാനൊരു 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് തൂവൽ സ്പർശം ഏഷ്യാനെറ്റില്ല ഫസ്റ്റ് ചെയ്യുന്നത്. അതിന് മുന്നേ ചെറിയ റോള് ചെയ്തിട്ടുണ്ട്, മഴവില്ലൊക്കെ. പിന്നെ നല്ലൊരു ക്യാരക്ടർ റോള് ചെയ്യുന്നത് ഏഷ്യാനെറ്റില്ല തൂവൽ സ്പർശം. തൂവൽ സ്പർശം കുറച്ച് നാൾ മുമ്പ്, കുറച്ച് വർഷം മുമ്പിൽ. അപ്പൊ ഇപ്പൊ എത്ര ഏജ് ഉണ്ട്? ഇപ്പൊ എനിക്ക് എത്ര തോന്നുന്നു? എനിക്ക് ഒരു 24 25. കുറയ്ക്കാനോ? 23 22 ഒന്നുകൂടി. അയ്യോ പോസ്റ്റാണോ പറഞ്ഞിട്ടാണോ? 21 ഓക്കെ. പക്ഷെ സംസാരമൊക്കെ കേട്ടിട്ട് 21 എന്ന് തോന്നുന്നില്ല. ഞാൻ ശനിയെക്കാട്ടി മൂത്ത അയക്കുന്നു. നമ്മളൊക്കെ സെയിം പ്രായമാണ്. 21. എന്നെ പറ, നീ അങ്ങനെ ഇപ്പൊ പ്രായം കുറച്ച് പറയണ്ട. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കണ്ട 21? ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 8th സ്റ്റാൻഡേർഡ് തൊട്ട് സീരിയൽ. അപ്പൊ ഇപ്പൊ എത്ര വർഷമായിട്ട് സീരിയലുണ്ട്? 6-7 വർഷമായി കാണും. ഇത്ര ചെറുപ്പത്തില് ഇങ്ങനെ സീരിയൽ ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഒരു ആൾക്കാർ വരത്തില്ല, പണ്ട് തൊട്ടേ സീരിയൽ കാണുന്നുണ്ട് സ്കൂൾ ടൈം തൊട്ടേ എന്നൊക്കെ ഫാൻസ് ഒക്കെ സംസാരിക്കാറുണ്ടോ? പണ്ടൊക്കെ സീരിയൽ കഴിയുമ്പോ ആർക്കും അറിയില്ലായിരുന്നു, ഇപ്പൊ ആൾക്കാർ അറിയാൻ തുടങ്ങി. ആൾക്കാർക്ക് അറിയില്ലായിരുന്നു പണ്ട്. ഇല്ല, അപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ റോളല്ലേ ചെയ്യുന്നേ, അപ്പൊ നമ്മൾ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. പക്ഷെ ഇപ്പാണ് നല്ലൊരു മെയിൻ ക്യാരക്ടർ റോളായിട്ട് ചെയ്യുന്നത് ഇപ്പോഴാണ്. ഈ ഒരു സീരിയലിൽ എന്ത് ക്യാരക്ടറാണ് ഇപ്പൊ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവാ, ഇതുവരെ പോസിറ്റീവാ. എന്നാലും ഇടയ്ക്ക് ഒരു കുശുമ്പും അങ്ങനത്തെ ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ എല്ലാവർക്കും വരുന്നതാണല്ലോ. ഇതിലിപ്പോ കപ്പിളാണ് സംഭവം, മാരീഡ് അല്ല, പക്ഷെ നിങ്ങൾ അതിൽ റിലേഷൻഷിപ്പ് ആണ്. എങ്ങനെയുണ്ട് ആ ഒരു സ്റ്റോറി? കാരണം ഇത്രയും നാൾ ചെയ്തതിൽ കുറച്ച് ഡിഫറെന്റ് ആണെന്ന് തോന്നുന്നു. ആക്ച്വലി ഞാൻ ഈ പെയർ വെച്ച് ചെയ്യുന്നതിന് ഫസ്റ്റ് സീരിയലാ. ഇതില് എനിക്ക് ഓൾറെഡി മുന്നേ ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞതാ. മീൻസ് എൻഗേജ്മെന്റ് മുടങ്ങുന്ന കുറച്ച് പ്രശ്നം പരിപാടിക്കെല്ലായിരുന്നു ഉണ്ടായത്. അതിനുശേഷം ഇപ്പൊ വീണ്ടും ഒരു അഫെയർ ആയിട്ട് നമ്മളിപ്പോ സെറ്റായി പോകുന്നുണ്ട്. അതിപ്പോ എന്താവും അറിയില്ല. അപ്പൊ ആ ഒരു എങ്ങനെയുണ്ട് അത് ഇപ്പൊ അഭിനയിക്കാൻ? റൊമാൻറ്റിക് ആണോ? അതിലിപ്പോ കപ്പിൾസ് റിലേഷൻ ആണല്ലോ. റൊമാൻറ്റിക് ഒന്നുമല്ല. എന്നാലും അഖിലേട്ടനാ പേരായിട്ട് ചെയ്യുന്നത്. ആള് പാർട്ടി നേതാവായിട്ടാ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ഐറ്റമായിട്ട് അഖിലേട്ടനെ കണ്ടാലും അറിയാലോ, കലിപ്പനാണ് അപ്പൊ അതില്. അങ്ങനെ ഒരു ഇപ്പം ഈ ഒരു അഭിനയം മാത്രമല്ല, ഒരു ഡാൻസറും കൂടെയാണെന്ന് ഞാൻ കേട്ടായിരുന്നു. അപ്പം ഈ ക്ലാസിക്കൽ ഡാൻസറാണ്? ശരിക്കും ഞാൻ ഡാൻസിലൂടെയാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്. കൊച്ചിൻ കലാഭവനിലെ ഡാൻസർ ആയിരുന്നു.
കുറച്ച് വർഷം കലാഭവനിൽ പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി. ഇപ്പൊ നാട്ടിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടുണ്ട്. 3 വർഷം ആവാൻ വേണ്ടി പോകുന്നു. സ്പെക്ടാക്കുലർ ഡാൻസ് സ്റ്റുഡിയോ, നീലേശ്വരം, കാഞ്ഞങ്ങാട്. ഓക്കെ. സ്വന്തം ഡാൻസ് സ്കൂളും ഉണ്ട്. എന്തൊക്കെ പരിപാടി, സീരിയലിൽ അഭിനയിക്കുന്നു, സ്വന്തം ഡാൻസ് തുടങ്ങുന്നു. ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇപ്പൊ ഇത്രയും ഒരു ഇത്, അത് എവിടെ നിന്നാണ് സ്വന്തമായിട്ട് തീരുമാനിച്ചാണ് ഞാൻ ഈ ഒരു പ്രായത്തിൽ തന്നെ സെറ്റിൽ ആവണം? അതെന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോ സ്കൂളിൽ പോകുന്ന ടൈമിലാണെങ്കിലും എനിക്ക് പഠിക്കാൻ വലിയ താല്പര്യം എനിക്ക് ഈ ആർട്സ് പരമായിട്ടുള്ള തന്നെയാണ് താല്പര്യം. അങ്ങനെ ചെറുപ്പത്തിലെ ഡാൻസിനൊക്കെ വിടും വീട്ടിൽ നിന്ന്. അപ്പം അതിനോട് തന്നെ എനിക്ക് താല്പര്യം. ഇപ്പൊ കലോത്സവം ആയാലും എല്ലാ ഐറ്റത്തിനും മാക്സിമം നാടകം, മാർഗംകളി, തിരുവാതിര, അങ്ങനെ എല്ലാ ഐറ്റത്തിനും പങ്കെടുക്കും. ഇതിനു മുമ്പ് ചെയ്ത സീരിയലില് പോസിറ്റീവ് ആയിരുന്നു, നെഗറ്റീവ് ആയിരുന്ന റോള്? ഇതില് സീയില് സുധാമണി എന്ന് പറഞ്ഞൊരു സീരിയല് ചെയ്തു. അതില് നെഗറ്റീവാണ് ഉണ്ടായത്. പക്ഷെ എനിക്ക് നെഗറ്റീവ് ചെയ്യാൻ ഇഷ്ടം. പക്ഷെ എനിക്ക് കിട്ടുന്നതൊന്നും അങ്ങനത്തെ അല്ല. അതെന്താ എല്ലാ സീരിയൽ ആർട്ടിസ്റ്റും നെഗറ്റീവ് ചെയ്യാൻ ഇത്ര ഇഷ്ടം? എന്താ അറിയില്ല. ഞാനൊരു സൈലന്റ് ആയിട്ടുള്ള ഒരാളാണ്. ഇങ്ങനെ ആരടുത്തും അങ്ങനെ കൂടുതൽ മിങ്കിളാവുന്ന ഒരാളാണ്. എനിക്ക് കുറച്ച് ഞാൻ ഒബ്സർവ് ചെയ്തിട്ട് എങ്ങനെയെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ ഞാൻ മിങ്കിളാവും. അതെല്ലാവരും പറയും. ഇവിടെ തന്നെ അഖിലേട്ടൻ്റെ അടുത്ത് തന്നെ, എൻ്റെ പേരച്ഛൻ അഖിലേട്ടൻ്റെ അടുത്ത് തന്നെ ഞാൻ സംസാരിക്കുകയേ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഞാൻ കുറച്ചൊന്ന് നമ്മൾ സംസാരിക്കാനൊക്കെ തുടങ്ങിയത്. അതെനിക്ക് തോന്നണം. ഞാൻ ഒരാളെ കണ്ടിങ്ങനെ ഓക്കെ ആണ്, എൻ്റെ അടുത്ത് കൂട്ടായാലും ഓക്കെ ആണെന്ന് തോന്നിയവരടുത്ത് ഞാൻ സംസാരിക്കും. ഇപ്പൊ ഈ നെഗറ്റീവ് പോസിറ്റീവ് ചെയ്യുമ്പോൾ ആൾക്കാരുണ്ട് നിനക്ക് പോസിറ്റീവ് ആണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിനക്ക് നെഗറ്റീവ് റോളാ ചെയ്യുന്നത്? ആരും പറഞ്ഞിട്ടില്ല, പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ചോദിച്ചിട്ടില്ല ആരോടും, ഫ്രണ്ട്സിനോടോ അങ്ങനെ ഫാമിലി? പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് അച്ഛന്റെ നമ്പറാ കാസ്റ്റിങ്ങിനൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ കാസ്റ്റിംഗ് ഒക്കെ വരുമ്പോ അച്ഛനടുത്ത് പറയും, അച്ഛാ നെഗറ്റീവ് നോക്കച്ചാ, അത് മതി അച്ഛാ ഞാൻ പറയും. പക്ഷെ എനിക്ക് പാവം അതിനോട് താല്പര്യമില്ല. ഞാൻ എങ്ങനെ ആയതുകൊണ്ടും അറിയില്ല. റിയൽ ലൈഫിൽ പാവല്ല. അപ്പൊ റിയൽ ലൈഫിൽ ഞാൻ പാവാ, അതുകൊണ്ടാണോ എനിക്ക് ആ ക്യാരക്ടർ ഇഷ്ടമില്ലാത്ത അറിയില്ല. കുറച്ചൊന്ന് കലിപ്പായിട്ട് ദേഷ്യം അവളെ തീർക്കണം. എനിക്ക് അങ്ങനത്തെ ഇപ്പൊ തന്നെ വരുന്ന മുഖത്ത് അതൊക്കെ. ഓക്കെ. അപ്പൊ ഈ അമ്മയാണ് ഇപ്പൊ എപ്പോഴും ലൊക്കേഷനിൽ നമ്മൾ കാണാറുണ്ട്. അപ്പം ഞാനിപ്പോഴാണ് ഒരാളെ കാണുന്ന സീരിയൽ ലൊക്കേഷനിൽ വരുമ്പോ അമ്മയൊക്കെ കൊണ്ടൊക്കെ എങ്ങനെ വരുന്നത്? അത് പണ്ട് തൊട്ടേ അങ്ങനെ ഉണ്ടോ? എന്റെ കൂടെ പണ്ടേ അമ്മ വരും. ഒന്നാമത് ഇത്രയും ലോങ് ആയതുകൊണ്ട് അമ്മ എന്തായാലും വരും. അപ്പൊ ഇങ്ങനെ 21 വയസ്സല്ലേ ആയിട്ടുള്ളൂ. 21 ആയത്. 21 വയസ്സ് ഈ ലൊക്കേഷനിൽ ഞാൻ കേക്ക് കട്ട് ചെയ്തത്. ദൈവമേ. അപ്പൊ ലൊക്കേഷൻ ഏറ്റവും കൊച്ചു കുട്ടിയാണത്? അല്ല, ഒരു ചെറിയൊരു മോളും കൂടി ഉണ്ട് ഇതില്. അങ്ങനല്ലേ ഈ ഒരു അവള് കണ്ട് അവളെന്നെ അടിക്കില്ലേ കൊച്ചുകുട്ടി അവള് കേക്കണ്ടായത്. അപ്പൊ എന്തൊക്കെയാ പഠിച്ചതും കാര്യങ്ങളൊക്കെ? ഞാൻ +2 കഴിഞ്ഞ് പിന്നെ BA ചെയ്തു. പിന്നെ ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. ഷൂട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പൊ ഈ ഷൂട്ടിലൊക്കെ സമയത്ത് നമുക്ക് ഇപ്പോ ഈ ഫുഡിന്റെ ആയാലും സ്കിന്നിന്റെ ആയാലും ഓരോ ഇഷ്യൂസ് ഒക്കെ, അപ്പൊ അതെങ്ങനെ മാനേജ് ചെയ്യുന്നത്? എനിക്ക് ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അങ്ങനത്തെ ഒരാളാ. ഫുഡ് ബ്രേക്ക് എടുക്കണ്ട. അതെ, എനിക്കിങ്ങനെ ഫുഡ് വേണമെന്നില്ല. ചില സമയത്ത് എനിക്കിങ്ങനെ ക്രേവിങ്സ് വരുമ്പോ എനിക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ എനിക്കത് നിർബന്ധം കഴിക്കണം. പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ അതിവിടെ ലൊക്കേഷനിൽ തന്നെ ചോദിച്ചാൽ അറിയാം, ഞാൻ ഫുഡ് കഴിപ്പ് കുറവാ, കുറച്ചേ കഴിക്കും. അങ്ങനെ വെള്ളം പോലും ഞാൻ കുടിക്കില്ല. വിശപ്പും ദാഹൊന്നും ഇല്ലേ? എനിക്കില്ല. പക്ഷെ എനിക്ക് വിഷമം ഒന്നൊന്നര വിശപ്പായിരിക്കും. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ടെൻഷൻ എനിക്ക് ഒന്നാമത് പറഞ്ഞ ചിലപ്പോ അടിയെടുക്കും സാർ. ഇവിടെ എനിക്ക് സാറിനെ ഭയങ്കര പേടിയാ. ഡയറക്ടർ സാറിനെ ഭയങ്കര പേടിയാ. സാർ ഇന്ന് തന്നെ രാവിലെ വന്ന് ലൊക്കേഷനിലെത്തിയിട്ട് നല്ലപോലെ കിട്ടി, വയറ് നിറഞ്ഞു. രാവിലെ അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെയല്ല, സാറിന് ഭയങ്കര സ്നേഹം. പിന്നെ അതുകൊണ്ട് സാറിന് ഇങ്ങനെ വഴക്ക് പറഞ്ഞില്ലെങ്കിൽ സാറിന് സമാധാനം വരത്തില്ല. എനിക്ക് വഴക്ക് കേട്ടില്ലെങ്കിൽ ഒരു സമാധാനം അറിയും. പക്ഷെ ഇപ്പൊ ഞാനത് എൻജോയ് ചെയ്യുന്നു. ഇന്ന് കരഞ്ഞു. വഴക്ക് കേൾക്കാതെ കേറിയില്ലെങ്കിൽ ഒരു സുഖമില്ലല്ലേ? സത്യമായിട്ടും. ഞാൻ ഇന്ന് മേക്കപ്പ് ഒക്കെ ഇട്ടുന്ന ചിത്രാഞ്ജലിയിലാണ് ഷൂട്ട് ഉണ്ടായത്. അവിടെ നിന്ന് മേക്കപ്പ് ഒക്കെ ഇട്ട് വരുമ്പോൾ ഞാൻ മുതല ചേച്ചിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഇന്ന് എന്താണാവോ സാർ പറയുന്നത്. എന്തിനാ ആക്ച്വലി വഴക്ക് കിട്ടുന്നേ? സാറിന് വെറുതെ, സാറിന് ഒരു ഇഷ്ടം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് ഇങ്ങനെ പറയുമല്ലോ, അങ്ങനെ. പക്ഷെ അതിൽ ചിലപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ഇന്ന് പറഞ്ഞത് രണ്ടാളും ഒരേ കളർ കോസ്റ്റ്യൂം ആയി എന്ന് പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറഞ്ഞു. അപ്പൊ ചേച്ചി അവിടെ നിൽക്കുമ്പോ ചേച്ചിനെ പറയണ്ട എന്നെ പറയുമ്പോ എനിക്ക് നല്ലോണം വിഷമായി. ഞാൻ ചിരിച്ചോട് നിന്നേ തിരിഞ്ഞു കഴിഞ്ഞ് കരഞ്ഞ്. ചേച്ചി മാത്രമേ കണ്ടു. സെൻസിറ്റീവ് ആണോ? പെട്ടെന്ന് കരയുന്നതാണോ? പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് ചിരിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടർ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല, എന്നെ പെട്ടെന്നായിരിക്കും. അപ്പം എന്തെങ്കിലും അതുപോലത്തെ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? പെട്ടെന്ന് ഒരാൾ പറഞ്ഞ് ഹേർട്ട് ചെയ്ത് കരഞ്ഞൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? ഭയങ്കര ഹേർട്ട് ആയിട്ട് ലൈഫില്? ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി ഉണ്ട്. എപ്പോഴും കരച്ചിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ
ഇവിടെ വന്നെങ്കിൽ എനിക്ക് ആകെ കരയുന്നത് ഈ സാർ വഴക്ക് പറഞ്ഞാൽ ഞാൻ അപ്പൊ കരയും. പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും എന്നെ മോട്ടിവേറ്റ് ചെയ്ത്. മെയിൻ ആൾ അഖിലേട്ടനെ നിന്നെ സമാധാനിപ്പിക്കും, നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ സാർ അങ്ങനെ പറയുന്നത്. പക്ഷെ അഭിനയത്തിന്റെ അതൊന്നും പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഫോൾട്ടിൽ പറയുന്നത് നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാം, നമ്മുടെ മിസ്റ്റേക്ക് ആയിരിക്കും. പക്ഷെ സാർ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് നല്ല ഫീലാവും. എല്ലാവരും മുന്നിൽ പറയുമ്പോ നമുക്കുണ്ടാവില്ലേ ഇത് കാണുന്നുണ്ടോ? പക്ഷെ അത് പറഞ്ഞ് തിരിഞ്ഞു കഴിയുമ്പോ സാർ അത് ചിരിച്ച് നല്ല രീതിയിൽ സംസാരിക്കുകയും ചെയ്യും. നമ്മളും ചിരിക്കണം. അപ്പോ മൂവി കാര്യങ്ങളൊക്കെ ഒത്തിരി മൂവി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വന്നതിന് ശേഷം, ഈ സീരിയൽ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം പിന്നെ കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഇനി മുമ്പ് ചെയ്ത മൂവി ഒക്കെ ഏതായിരുന്നു? മുന്നേ ഒത്തിരി ചെയ്തിട്ടുണ്ട്. OTT പടമൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വെടിക്കെട്ട്, പിന്നെ കർണിക എന്ന് പറഞ്ഞ മൂവി, പിന്നെ CID രാമചന്ദ്രൻ, ഷാജോൺ ചേട്ടൻ്റെ കൂടെ, അങ്ങനെ ഒത്തിരി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ കുറച്ച് ഒന്ന് എടുത്ത് ഇപ്പം പെട്ടെന്ന് ഒരു പറയുന്ന ഒരു ക്യാരക്ടർ ഏതായിരിക്കും? അതായത് ഒത്തിരി പേര് ഇങ്ങോട്ടേക്ക് എനിക്ക് മെസ്സേജ് അയച്ചിട്ടും എല്ലാം പറഞ്ഞത് റിപ്ലൈ CID രാമചന്ദ്രൻ, അത് ഒത്തിരി പേര് കണ്ടു. പിന്നെ കർണികയിലെ സോങ് കുറച്ച് ക്ലിക്ക് ആയിരുന്നു. അതിൽ ഡാൻസ് സെക്ഷനും അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ അത് കുറച്ച് ക്ലിക്ക് ആയിരുന്നു ആ സോങ്. അങ്ങനെ എനിക്ക് ബേസിക്കലി ആ സോങ് എൻ്റെ വൺ ഓഫ് മോസ്റ്റ് ഫേവറേറ്റ്. ഇപ്പൊ ഈ ലൊക്കേഷനിൽ ഇപ്പൊ സാറ് വഴക്കുറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞു. ഈ ലൊക്കേഷനിൽ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ച എന്തെങ്കിലും ഫണ്ണായിട്ടുള്ള കാര്യം എന്തെങ്കിലും ഉണ്ടോ? മണ്ടത്തരം അങ്ങനെ കാണിക്കാറില്ല. ഞാൻ പറഞ്ഞില്ലേ, സംസാരിക്കുന്നതിനെ സൂക്ഷിച്ചേ സംസാരിക്കും. എനിക്ക് മണ്ടത്തരാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ വായടച്ചിരിക്കും, മിണ്ടാണ്ടിരിക്കും, പിന്നെ സംസാരിക്കാൻ പോവില്ല. മണ്ടത്തരം പിന്നെ വീട്ടിൽ നിന്നേ പറയാറ്. വീട്ടിൽ നിന്നാണ്. ഇപ്പം ഈ സീരിയലൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കാറുണ്ടോ, ഈ എപ്പിസോഡൊക്കെ കണ്ടു കൊള്ളാം അങ്ങനെയൊക്കെ പറയാറുണ്ട്? പുറത്തുമ്പോ ഫാൻസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇതിൽ വന്നതിന് ശേഷമാണ്, മാത്രത്തിൽ വന്നതിന് ശേഷമാണ് ഇത്രയൊരു ചേഞ്ച് ആയത്. ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വരും. ഇപ്പൊ കൂടുതൽ നിങ്ങൾ പേരിനെ പറ്റിയാണ്, നിങ്ങൾ പേരിനെ പറ്റി ഫാൻസ് പേജ് ഒക്കെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഫാൻസ് പേജ് ഈ തൂവൽ സ്പർശം ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നു ഫാൻസ് പേജ്. ഇപ്പോഴും അത് ഏതോ 1-2 ഇങ്ങനെ മൂവ് ആവുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഞാനതങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഏതെങ്കിലും ഒരു ഫാൻ ബോയ് പ്രപ്പോസലോ അങ്ങനെയൊക്കെ അങ്ങനെയൊന്നും എനിക്ക് വന്നിട്ടില്ലടാ ഇതുവരെയ്ക്കും. ഇനിയിപ്പൊ പ്രായം കൂടുതലും തോന്നിട്ടാണ്. എനിക്ക് 21 ഉള്ളൂന്നൊക്കെ എടുത്ത് പറയാം. കഴിഞ്ഞ കുട്ടികളൊക്കെ ഉണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടോ? പറഞ്ഞാ മതിയോ, എനിക്ക് ഞാൻ സിംഗിൾ ആണ് എന്ന് പറയും. ഇപ്പൊ പറഞ്ഞു സിംഗിൾ ആണ്, സിംഗിൾ ആവാൻ താല്പര്യമുണ്ട്. ചുമ്മാ പറഞ്ഞു ഇത് കാണുന്ന ബോയ് ഫ്രണ്ട് സിംഗിളോ? ഇൻസ്റ്റാഗ്രാമിൽ തുറക്കാൻ പറ്റില്ല എന്തോ. അപ്പൊ ഇനി എന്താ അപ്കമിങ് പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ? ഇപ്പോ പുതിയ 1-2 സീരിയൽസ് വരുന്നുണ്ട്. പക്ഷെ ഈ ഡേറ്റ് ഇത് 1 to 15 ആയതുകൊണ്ട് 15 to 13 നമുക്ക് നോക്കാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് ക്ലാഷിലാണ് നിൽക്കുന്നത്. അങ്ങനൊന്നും പറയാനായിട്ടില്ല. സീരിയൽ തന്നെ ഫോക്കസ്. ഡാൻസിനെക്കാട്ടും സീരിയൽസ് ആണ്. ഡാൻസ് ഓൾറെഡി നടക്കുന്നുണ്ട് സൈഡായിട്ട്. ഇതുപോലെ തന്നെ അതും കൊണ്ടുപോകുന്നുണ്ട്. അവിടെ പിന്നെ സൺഡേ ആണ് ക്ലാസ് ഒക്കെ വരുന്നത്. പിന്നെ സൈഡായിട്ട് പ്രോഗ്രാംസും അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട്. ബ്യൂട്ടി ടിപ്സ് ഒക്കെ എന്താണ്? അങ്ങനെ ഞാനിപ്പോ സ്പെഷ്യലായിട്ട് അങ്ങനൊന്നും ചെയ്യാറൊന്നുമില്ല. ഷൂട്ടിന് വരുമ്പോൾ മാത്രം മേക്കപ്പ് ചെയ്യാൻ എനിക്ക് താല്പര്യമുള്ളൂ. പക്ഷേ വീട്ടിൽ നിന്ന് അച്ഛൻ പറയും പുറത്തിറങ്ങുമ്പോൾ മേക്കപ്പ് ഇടണം. പക്ഷെ എനിക്ക് അതിനോട് തീരെ താല്പര്യമില്ല. ഞാൻ ജസ്റ്റ് ലിപ്സ്റ്റിക്ക് മാത്രമേ ഇടേ ചെയ്യുള്ളൂ. പക്ഷെ ഇപ്പൊ ഈ കൊലം കാണുന്നത് ലൊക്കേഷനിലായതുകൊണ്ട്. അല്ലെങ്കിൽ രാവിലെ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ എന്നെ കണ്ട മനസ്സിലാവില്ല. അത് ഇതിന്റെ ഇടയിൽ സാർ എന്നെ ചോദിച്ചു, ഇത് നന്ദനല്ലേ, ഇതാണല്ലേ ഒറിജിനല്? അത് നമ്മൾ ഈ ലിപ്സ്റ്റിക്ക് മാറ്റാൻ ഒറിജിനൽ കോലം കാണുന്നത്. എഴുതാണ്ടിരിക്കുമ്പോ മനസ്സിലാവില്ല. അത് സാറ് റിയലായിട്ട് സാറ് ചോദിച്ചു എന്റെ അടുത്ത്. അപ്പൊ സാറിനെ ഇങ്ങനെ നോക്കി, സാർ ഞാനെങ്കിൽ ഇല്ലാണ്ടായി പോയി. ഇപ്പൊ ഈ ഡ്രസ്സൊക്കെ വന്നിട്ട് നമ്മൾ ഒത്തിരി മേടിക്കുന്നുണ്ട് സീരിയലിന് വേണ്ടിട്ട്. അത് കൊളാബ് ആണോ അല്ലാതെ മേടിക്കുന്നതാണോ? ഈ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോ ഇവിടുന്ന് തന്നെ കൊളാബ്സ് ഒക്കെ സെറ്റ് ആവുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് നമുക്ക് അവിടെ ചീപ്പ് റേറ്റിന് കാസർഗോഡ് ഇഷ്ടം പോലെ കോസ്റ്റ്യൂംസ് കിട്ടും. കാസർഗോഡ് ഇഷ്ടം പോലെ കിട്ടും. എങ്ങനെയൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒക്കെ വരുന്നു കുർത്തി കാര്യങ്ങള്? 150-200 കിട്ടും. ഇന്ന് കാസർഗോഡ് ഈ ഒരു കുർത്തിക്ക് എത്രയായിരിക്കും? ഇത് ഇവിടെ നിന്ന് എടുത്തതാ. ഇതിനത്ര ഞാൻ ഈ ഒരു 300, 400, 500 ആ ഒരു റേഞ്ചിലത് സീരിയലിന് വേണ്ടി എടുക്കാറുണ്ട്. ഭയങ്കര സിമ്പിൾ ആണല്ലോ ഈ സീരിയൽ. ഇങ്ങനെയാണോ ഫുൾ കോസ്റ്റ്യൂം ഒക്കെ? അല്ല, ഇത് ആക്ച്വലി വന്നിട്ട് 1-ാം തീയതിയെ വന്ന് ഇന്ന് 20-ാം തീയതി ആയി. എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഓൾറെഡി 1 മുതൽ 15 വരെ ഷെഡ്യൂൾ അല്ലേ, ഇതൊക്കെ എക്സ്ട്രാ വരുന്നതല്ലേ. അപ്പൊ പിന്നെ എനിക്ക് പിന്നെ യൂസ് ചെയ്ത സാധനം പെട്ടെന്ന് യൂസ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഒരു 2-3 ഷെഡ്യൂൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇപ്പൊ ഈ മന്ത്ലി ഒരു 15-20 ദിവസം ട്രിവാൻഡ്രത്താണ് നിൽക്കുന്നത്, കുറച്ച് കാസർഗോഡുള്ളൂ. അപ്പൊ ട്രിവാൻഡ്രം എങ്ങനെയുണ്ട്? ട്രിവാൻഡ്രത്ത് നിൽക്കാനാണ് ഇഷ്ടം, കാസർഗോഡ് നിൽക്കാനാണ് ഇഷ്ടം? ഞാനിങ്ങനെ ചില സമയത്ത് ഇങ്ങനെ വിചാരിക്കും ഇവിടെ തന്നെ ഒന്ന് സെറ്റിൽ ആവാന്നുള്ളത്. പക്ഷെ ഡാൻസ് ക്ലാസ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ പോയിട്ട് വരുന്നതൊക്കെ. പക്ഷെ ഇവിടെ തന്നെ എല്ലാവരും പറയും ഈ ട്രാവലിങ് 13 മണിക്കൂറിൻ്റെ അടുത്ത് ട്രാവൽ ചെയ്യണമല്ലോ. അപ്പൊ എല്ലാവരും പറയും ഇവിടെ തന്നെ സെറ്റിൽ ആയിക്കോട്ടെ എന്ന്.
കുറച്ചും കൂടി അങ്ങോട്ടേക്കാകുമ്പോ നോക്കാം. ഞാൻ കുറച്ച് ട്രിവാൻഡ്രത്തെ വേർഡ്സ് ഇങ്ങനെ പറയാം. എന്തെങ്കിലും ഒബ്ജക്റ്റിനെ പറ്റി. അപ്പൊ അത് കാസർഗോഡ് എന്താന്ന് എനിക്ക് അറിയത്തില്ല. അയ്യോ, എനിക്ക് അറിയുന്ന വാക്ക് തന്നെ ആയാൽ മതിയായിരുന്നു. കപ്പയ്ക്ക, കൊള്ളി. കൊള്ളി. പപ്പായക്കാണോ കൊള്ളി എന്ന് പറയുന്നത്? നിങ്ങൾ ഉദ്ദേശിച്ചത് അതാണോ? നമ്മളിവിടെ കപ്പയല്ലേ? അല്ല, പപ്പയ്ക്കെന്നും പറയും, കപ്പയ്ക്കെന്നും പറയും. പപ്പായ. പപ്പായ. പപ്പായക്ക് എന്താ പറയുന്നത് ആക്ച്വലി കാസർഗോഡ്? പപ്പായ. ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. എനിക്ക് കാസർഗോഡ് വേറെ നിങ്ങൾ പറയുന്നുണ്ടോ? തുറപ്പയ്ക്കോ? ഞാൻ വേണ്ട കേട്ടോ പറയുന്നേ. ഞാൻ ആദ്യമായിട്ട് തുറപ്പ് അറിയത്തില്ലേ? മാച്ചി. മാച്ചിയോ? ഓക്കെ. കുറുക്ക്. കുറുക്ക് എന്ന് പറയും. കുറുക്ക് ഇതാണേ. ഇതാണ് കുറുക്ക്. പുറം. പുറം. അതങ്ങനെ തന്നെ പറഞ്ഞത്. ഞാൻ ട്രിവാൻഡ്രമാണ് പറഞ്ഞത്. ബാക്കി കൊല്ലം കഴിഞ്ഞിട്ടുള്ളവർക്ക് മനസ്സിലാവത്തില്ല ഞാൻ പറയുന്നത്. ഓക്കെ. വേറെന്തോ? ഈ കുട്ടയ്ക്ക് എന്തോ പറയും? കുട്ട. കുഞ്ഞ്. കുഞ്ഞു? കുട്ടിയല്ലേ? കുട്ടിയല്ലേ? നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലാവണ്ടേ? കുട്ട. കൂട്ട. എന്താ ഇങ്ങനെ കാണിച്ചു? അത് കുഞ്ഞെന്ന്. കുഞ്ഞെന്നല്ലേ ഇവിടെയും പറയാം. വേറെ ഓക്കെ. എന്നാ കാസർഗോഡിൽ എന്തെങ്കിലും ഒബ്ജക്റ്റിന്റെ കാര്യം പറ. അപ്പൊ ഞാൻ ഇവിടെ എന്താ നോക്കട്ടെ. ഈ ഒപ്പ അത് കാസർഗോഡല്ലേ? അതെന്തുവാ? അത് എങ്ങനെയാന്നല്ലേ, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, യോപ്പ നീ എന്തേ കളിച്ചേർന്നേ അങ്ങനെ പറയും. യോപ്പ നീ എന്തേ കളിച്ചേർന്നേ, നീ എന്തേ എന്നാ ആക്കുന്നേ കാണിക്കുന്നേ നോക്കി. നമ്മൾ ഈ ഈശ്വരൻ എനിക്ക് അത് തന്നെ വരും. എനിക്ക് ഇതിലേ പോകുമ്പോ ആരെങ്കിലും സംസാരിച്ചാൽ ഇത് പറയൂ. അത് മതി. ഓക്കെ. കുടത്തിന് എന്താ പറയുന്നത്? വെള്ളം എടുക്കുന്നല്ലേ? പാനി. പാനി എന്ന് വെച്ചാൽ വെള്ളമില്ല. അല്ല, നമ്മളല്ല അവിടെ പാനി എന്നാ പറയുന്നത്. പാനി എന്നാ പറഞ്ഞു. പാനി ഹിന്ദി അല്ലേ? ഹിന്ദി. ഇതിന് പാനി പറയും. അതിന്റെ അകത്തിരിക്കുന്ന സാധനത്തിനാണ് നമ്മളിവിടെ പാനി എന്ന് പറയുന്നത്. കാര്യമില്ല, നമ്മള് പുറത്തെ കാര്യമില്ല ചോദിക്കുന്നത്. നമ്മൾ അതിലുള്ള ഒബ്ജക്റ്റിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ തോടിനൊക്കെ എന്തോ പറയും? തോട്, വയല്. തോട് തന്നെ പറയില്ലേ? തോട്, വയലെന്ന് തന്നെ പറയാം. കണ്ടം. കണ്ടം. വയലിന്. പ്രേക്ഷകർക്ക് വേണ്ടിട്ട് കാസർഗോഡ് സ്ലാങ്ങിൽ എന്തെങ്കിലും സംസാരിക്കാവോ? അയ്യോ, കാസർഗോഡ് ഫുള്ളായിട്ട് വരുന്നില്ല, ചില മിക്സ് ആവും. ഓക്കെ. പിന്നെ ഞാനിപ്പോ ഇല്ലേ ഇഷ്ടം മാത്രം സീരിയൽ ഏഷ്യാനിലാണ് ചെയ്യുന്നേ. നിങ്ങൾ എല്ലാരും കാണണം കേട്ടാ, സപ്പോർട്ടും ആക്കണേ. ഓക്കെ. സെറ്റ്. നിങ്ങോന്ന് പറയും നമ്മള്. എന്തിയേ നിങ്ങോ അങ്ങനെയൊക്കെ പറയും. ഇങ്ങനെ എന്തിരെന്ന് പറഞ്ഞു. ഇപ്പൊ സെറ്റായി. അപ്പൊ ഈ ലൊക്കേഷനിൽ നമുക്ക് കുറച്ച് സമയം തന്നതിന് വളരെ വളരെ താങ്ക് യു. അപ്പൊ ഇനിയും മുന്നോട്ട് ഒത്തിരി സിനിമകളും സീരിയലും ഇപ്പൊ ഈ ചെറുപ്പത്തിന് ഇത്രയും ചെയ്തു. അപ്പൊ ഇനിയും ഒത്തിരി വളരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ.